നമസ്കാരം. ക്ഷിപ്രപ്രസാദിയായ സാക്ഷാൽ പരമശിവനെ ആരാധിക്കുന്നവർ തന്നെയാണ് ഇവരും. ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള അനുകൂലമായ ഫലങ്ങളും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്നു ചേരും. എന്നാൽ ഭഗവാനുമായി ബന്ധപ്പെട്ട് ജ്യോതിഷപരമായി നോക്കുമ്പോൾ ചില നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ജനനം മുതൽ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരാകുന്നു. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റ് നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കില്ല എന്നല്ല. ആര് തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ചാലും, ഒരല്പം ജലം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ പോലും അതിൽ പ്രസാദിക്കുന്ന ദേവനാണ് സാക്ഷാൽ പരമശിവൻ. എന്നാൽ ജനനം മുതൽ ഭഗവാന്റെ അനുഗ്രഹമുള്ള ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന്, സ്ത്രീ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമഃശിവായ എന്ന് കൂടി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രം മകം നക്ഷത്രമാകുന്നു. മകം നക്ഷത്രക്കാരായ വ്യക്തികളുടെ, സ്ത്രീകളുടെ പ്രത്യേകത മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ്. കാരണം ശരിയായ രീതിയിൽ സ്വാധീനിക്കുവാനും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനും ഇവർക്ക് സാധിക്കും. ഊർജ്ജസ്വലത ഇവരുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. ധൈര്യം ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇവരുടെ ജീവിതത്തിലേക്ക്, അഥവാ സ്ത്രീ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മകം നക്ഷത്രവും ഉത്തമമായ ശിവ കവചമുള്ള സ്ത്രീ നക്ഷത്രം തന്നെയാകുന്നു. ഒരു സ്ത്രീ ജനിക്കാൻ ഏറ്റവും ഉത്തമമായ നക്ഷത്രം കൂടിയാണ് മകം. ഇവരെ വിഷമിപ്പിച്ചുകൊണ്ട്, മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് തന്നെ നിങ്ങൾ പ്രവർത്തിച്ചാലും ആ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടണം എന്നില്ല. തിരിച്ചടികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. തുടർ പരാജയങ്ങൾ, ധനപരമായ നഷ്ടങ്ങൾ എവിടെയും ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. ഭഗവാനും ഭഗവതിക്കും ഒരേപോലെ പ്രിയപ്പെട്ട നക്ഷത്രം കൂടിയാണ് മകം നക്ഷത്രം. സത്യമുള്ള, ശക്തിയുള്ള നക്ഷത്രം കൂടിയാണ് മകം നക്ഷത്രം എന്ന പ്രത്യേകതയുണ്ട്. മകം നക്ഷത്രക്കാരായ സ്ത്രീകൾ ഒരിക്കലും ഭഗവാനെ ആരാധിക്കാതിരിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ആയില്യം നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. കാരണം നാഗങ്ങളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന നക്ഷത്രം കൂടിയാണ് ആയില്യം നക്ഷത്രം. നാഗങ്ങളുടെ നാളായി തന്നെ ആയില്യത്തെ പരാമർശിക്കുന്നതാണ്. ഇവർക്ക് നാഗങ്ങളുടെ, സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉള്ളവരാകുന്നു. സർപ്പദൃഷ്ടിയുള്ള ഒരു നക്ഷത്രമാണ് ആയില്യം എന്ന പ്രത്യേകതയും ഇവർക്കുണ്ട്. അതിനാൽ ഇവർ മനസ്സുരുകി ഭഗവാനെ ആരാധിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. ആ കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ നക്ഷത്രത്തിനെ ഉപദ്രവിക്കാൻ ഇറങ്ങുകയാണ് എങ്കിൽ അവർ അനുഭവിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഇവരായിട്ട് ഒന്നിനും പോകുന്നവരല്ല. എന്നാൽ ഭഗവാൻ കാരണം അത്തരം വ്യക്തികൾക്ക്, അതായത് ഇവരെ ഉപദ്രവിക്കുന്നവർക്ക് ദോഷകരമായ അനുഭവങ്ങൾ, ദോഷകരമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വർദ്ധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഉത്രാട നക്ഷത്രക്കാർ തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതായ അവസരങ്ങളിലെല്ലാം തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും മറക്കാതിരിക്കുക. ഭരണി നിരവധിയാർന്ന പ്രത്യേകതകളുള്ള ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ഇവർ ഇരിക്കുന്നിടത്ത് എപ്പോഴും ഐശ്വര്യം നിറഞ്ഞിരിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കുടുംബത്തിന് ആവശ്യമായ വസ്തുക്കൾ, ആവശ്യമായ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നതാണ് വാസ്തവം. സത്യസന്ധതയുടെ നേർരൂപമാണ്. സത്യസന്ധത എല്ലാ കാര്യങ്ങളിലും പ്രകടിപ്പിക്കുന്ന നക്ഷത്രം കൂടിയാണ് ഭരണി നക്ഷത്രം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുവാൻ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. ഈ സ്ത്രീകളെ ദുഃഖിപ്പിക്കുന്നതും ദോഷകരമായ ഒരു കാര്യം തന്നെയാകുന്നു. ആരെ ദ്രോഹിച്ചാലും ദോഷകരമാണ് എങ്കിൽ പോലും
പെട്ടെന്ന് ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇവർക്ക് പരമശിവന്റെ അനുഗ്രഹം യഥേഷ്ടമുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ ഇവരെ ദുഃഖിപ്പിക്കുവാൻ ഇറങ്ങി പുറപ്പെടുന്നതായ വ്യക്തികൾക്ക് ഫലം ദുർഘടമായിരിക്കും, അല്ലെങ്കിൽ തിരിച്ചടികൾ നിറഞ്ഞ കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുക. പല കാര്യങ്ങളിലും അത് പ്രകടമാകും എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ അത്തരം കാര്യം തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രം പൂരമാണ്. പൂര നക്ഷത്രത്തിന് ചില പ്രത്യേകതകളുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്രക്കാർ. മറ്റുള്ളവർക്ക് ദുഃഖം വരരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു നക്ഷത്രം എന്ന പ്രത്യേകതയും പൂരത്തിനുണ്ട്. പൂര നക്ഷത്രക്കാരെ ഒഴിവാക്കിയാൽ അവരുടെ കണ്ണീർ വീഴാൻ ഇടയാവുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് പലവിധ ദുഃഖ ദുരിതങ്ങൾക്കും കാരണമായി തീരും. അപമാനിച്ചവരെ എല്ലാം തിരിച്ച് വെല്ലുവിളിക്കാൻ ശക്തിയുള്ള നാളാണ് പൂരം നക്ഷത്രം എന്ന പ്രത്യേകതയുമുണ്ട്. ഇവർ ഇത്തരക്കാരുടെ മുന്നിലൂടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുവാൻ കഴിയുന്നവരാകുന്നു. ഇവരുടെ മനസ്സ് നോവിക്കുന്നവർക്ക് നല്ല ഫലമായിരിക്കില്ല ലഭിക്കുക. പല വിധത്തിലുള്ള തിരിച്ചടികൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് പെട്ടെന്ന് തന്നെ സംഭവിച്ചില്ല എങ്കിൽ പോലും കാലാന്തരത്തിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. അതിനാൽ പൂര നക്ഷത്രക്കാരോട് ഇത്തരത്തിൽ പെരുമാറരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. തന്നെ മാറ്റി നിർത്തിയവരുടെ മുന്നിലൂടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുവാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ അർത്ഥമാക്കാം. മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാകുന്നു. ഉത്രം നക്ഷത്രക്കാർക്ക് പലവിധ ദുഃഖങ്ങൾ ജീവിതത്തിൽ ഉള്ളവരാകുന്നു. എന്നാൽ ഇത് മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് എന്ന് പരാമർശിക്കാം. ആരോടും പരാതിയോ പരിഭവമോ ഇവർ പ്രകടിപ്പിക്കണം എന്നില്ല. ഇവർ അങ്ങോട്ട് ചെന്ന് ഉപദ്രവിക്കാൻ ചെന്നില്ല എങ്കിൽ പോലും പലരും ഇവരെ ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കുകയോ മനസ്സ് നോവിക്കുകയോ ചെയ്യാറുണ്ട്. ഇവർ അറിഞ്ഞ് ഭഗവാനെ വിളിച്ച് കരഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ ഉപദ്രവിക്കുന്നവർക്ക് നല്ല ഫലമായിരിക്കില്ല ലഭിക്കുക. തിരിച്ചടികൾ അച്ചിട്ടാണ് എന്ന കാര്യം നിസ്സംശയം പറയാം. കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു നക്ഷത്രം എന്ന പ്രത്യേകതയുണ്ട്. വീടിന്റെ വിളക്ക് തന്നെയാണ് കാർത്തിക നക്ഷത്രക്കാർ. സാക്ഷാൽ പരമശിവന്റെ അദൃശ്യമായ സാന്നിധ്യം ഒളിഞ്ഞും തെളിഞ്ഞും ഇവർക്ക് ഉണ്ടായിട്ടുമുണ്ടാകും. ഇവരെ ദ്രോഹിച്ചവർ രക്ഷപ്പെട്ട ചരിത്രമുണ്ടാകില്ല എന്നതാണ് വാസ്തവം. ഇവരെ അതിനാൽ ഒരിക്കലും നിങ്ങൾ ദുഃഖിപ്പിക്കുവാൻ പാടുള്ളതല്ല. ഇവരുടെ മനോബന്ധയ്ക്ക് കാരണമാകരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. ജീവിതത്തിൽ സത്യസന്ധരായ സത്യമുള്ള നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാർ. അതിനാൽ തിരിച്ചും അവരോടും അത്തരത്തിലുള്ള സമീപനമാണ് ഇവർ ആഗ്രഹിക്കുക എന്ന കാര്യം ഓർക്കുക. ഏത് ദുഃഖത്തിലും ഭഗവാനെ വിളിച്ച് ആരാധിക്കുവാൻ സാധിക്കുകയും അവർക്ക് അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുകയും ചെയ്യും. അതിനാൽ ഉപദ്രവിച്ചവർക്ക് തിരിച്ചടി ഉറപ്പ് തന്നെയാകുന്നു. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. പരമശിവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന നക്ഷത്രം. ഇവരുടെ കണ്ണുനീർ വീഴാൻ ഇടയാക്കിയവർ നശിച്ചിട്ടേയുള്ളൂ എന്നതാണ് വാസ്തവം. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഏറെ ഐശ്വര്യമുള്ളവരായിരിക്കും. ശിവകവചത്താൽ മുങ്ങി നിൽക്കുന്ന നക്ഷത്രമാണ് സാക്ഷാൽ തിരുവാതിര നക്ഷത്രം. വാക്കിലും നോക്കിലും ശക്തിയുള്ള നക്ഷത്രം കൂടിയാണ് തിരുവാതിര നക്ഷത്രം. മറ്റൊരു നക്ഷത്രം പുണർദമാണ്. ഇവർക്ക് സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം ഏറെയുണ്ട് എന്നതാണ് വാസ്തവം. സത്യമുള്ള നക്ഷത്രമാണ് പുണർദ നക്ഷത്രം. ഇവരുടെ ജീവിതത്തിൽ പരമശിവന്റെ സാന്നിധ്യം എപ്പോഴും അനുഭവപ്പെടുക തന്നെ ചെയ്യും. ഇവരെ ഉപദ്രവിക്കാനായി ചെല്ലുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇറങ്ങി പുറപ്പെടുകയാണ് എങ്കിൽ അത് സ്വയം നാശത്തിലേക്കാണ് പോകുന്നത് എന്ന കാര്യം, അഥവാ നിങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ആരെയും ഉപദ്രവിക്കാൻ പാടുള്ളതല്ല, മനസ്സ് വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ചും ഇവരെ ചെയ്യുന്നതിലൂടെ, ഇപ്രകാരം നിങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ പരമശിവന്റെ തിരിച്ചടി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ നിത്യവും ഭഗവാനെ ആരാധിക്കുക. ഇവർ ഒരിക്കലും ശിവാരാധന മുടക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം.